പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ ഞാ എന്ന അക്ഷരം. നമ്മൾ ഇന്ന് ഏതക്ഷരം പഠിക്കാൻ പോകുന്നത്? ഞാ. ഒന്ന് പറഞ്ഞേ, ഞാ. ഒന്ന് പറഞ്ഞേ, ഞാ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ഞാ. ഇവിടെ നോക്കിക്കേ, ഇതാണ് ഞാ, ഇതാണ് ഞാ. ഒന്നുകൂടെ പറഞ്ഞേ, ഞാ. ഓക്കെ, ഞാ എന്ന് പറഞ്ഞേ, ഞാ. ആ വെച്ചിട്ട് നമുക്കൊരു വാക്ക് പഠിക്കാനുണ്ട്. ഏതാണെന്നറിയോ? എല്ലാവരും കൈയൊന്നും ഇങ്ങനെ പിടിച്ചേ. ഇതെന്താണ്? നഖം. നഖം. ഏതാണ്? നഖം. ഓക്കെ, നഖം. ഇതെന്താണ്? നഖം. ഓക്കെ, ഞാ നഖം, ഞാ നഖം. ഓക്കെ, ഇനി നമുക്ക് ഞാ എങ്ങനെ എഴുതാന്ന് പഠിച്ചാലോ? എളുപ്പമാണ് കേട്ടോ, എല്ലാവർക്കും പെട്ടെന്ന് എഴുതാൻ കഴിയും. ഇവിടെ ശ്രദ്ധിച്ചോളി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റ എന്ന അക്ഷരം പഠിച്ചിരുന്നു. റ, പറ, ഓർക്കുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റ എങ്ങനെ എഴുതിയത്? എങ്ങനെ എഴുതിയത്? ഇതല്ലേ റ? ഇതല്ലേ റ? ആ റാന്റെ തൊട്ടടുത്ത് വേറൊരു റാം കൂടി എഴുതിയാൽ എന്തായി? ഞാ. എളുപ്പല്ലേ? നോക്കിക്കോളി, റ, റ. രണ്ട് കൂട്ടി എഴുതിയാൽ ഏതക്ഷരം? ഞാ. നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതിക്കൂടെ? റ എഴുതുക, അതിനെ ചേർത്തിട്ട് വേറൊരു റാ കൂടി എഴുതിയാൽ എന്തായി? ഞാ. ഇതേതക്ഷരം? ഞാ. ഇതേതക്ഷരം? ഞാ. ഞാ കൊണ്ട് നമ്മളൊരു വാക്ക് പഠിച്ചല്ലോ. എന്താണ്? നഖം. എന്താണ്? നഖം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നേ. പാഠം 2 ഞാൻ എന്ന അക്ഷരം കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കണ്ടോ? അതില് ഇതുപോലെ നഖത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഞാനിവിടെ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഞാ എന്ന അക്ഷരം പഠിച്ചു. ഇതേതാ അക്ഷരം? ഞാ. ഞാ കൊണ്ട് എന്ത് പഠിച്ചു? നഖം. ഓക്കെ, നഖം. ഓക്കെ, പിന്നെ ഞാൻ എങ്ങനെ എഴുതാ? റാ എഴുതുക, അതിന് ചേർത്തിട്ട് വേറൊരു റാ എന്ന് എഴുതിയാൽ എന്തായി? ഞാ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കുറച്ച് വാക്കുകൾ എഴുതും. അതിൽ നിങ്ങൾ ഞാ എന്ന അക്ഷരം നിങ്ങൾ കണ്ടുപിടിക്കണം. റെഡിയാണോ? ഓക്കെ, നാട്, നഗരം, നദി. ഓക്കെ, നാട്, നഗരം, നദി. ഇതില് നിങ്ങൾ ഇനി ഞാ എന്ന അക്ഷരം കണ്ടുപിടിക്കണം. ആദ്യത്തേത് നാട്. നാട്, ഇത് ഞാ എന്ന അക്ഷരം എവിടെ? ഇതാണ് ഞാ അല്ലേ? ഓക്കെ, അടുത്ത് നഗരം. നഗരം. ഓക്കെ, ഇതില് ഞാ എന്ന അക്ഷരം ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ഇതാണ് ഞാ. നിങ്ങൾ പഠിച്ചൂലേ? ലാസ്റ്റ് വൺ നദി. നദി, ഇതില് ഞാ എന്ന അക്ഷരം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇതാണ് ഞാ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് ഇന്ന് ഏത് അക്ഷരമാണ് പഠിച്ചത്? ഞാ. എന്ന് പറഞ്ഞേ, ഞാ. ഞാ. ഞാൻ വെച്ചിട്ട് നമ്മൾ എന്ത് പഠിച്ചു? നഖം. നഖം. ഓക്കെ, ഇനി നമ്മള് കുറച്ച് വാക്കുകൾ എഴുതിയിട്ട് അതില് ഞാ എന്ന അക്ഷരം കണ്ടുപിടിച്ചൂല്ലേ? ഏതൊക്കെയായിരുന്നു ആ വാക്ക്? നാട്, നഗരം, നദി. ഇതൊക്കെ ഓർത്ത് വെക്കാൻ ഞാനൊരു പാട്ട് പാടിത്തരട്ടെ? പാട്ട് പാടിത്തരട്ടെ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. നന്മയുള്ള നാട്, എന്റെ സ്വന്തം നാട്, നഗരമുണ്ട് നാട്ടിൽ, നദിയുമുണ്ട് നാട്ടിൽ. ഓക്കെ, ഒന്നുകൂടെ പാടിത്തരാം. നന്മയുള്ള നാട്, എന്റെ സ്വന്തം നാട്, നഗരമുണ്ട് നാട്ടിൽ, നദിയുമുണ്ട് നാട്ടിൽ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ചൊന്ന് പാടി നോക്കിയാലോ? റെഡി അല്ലേ? ഓക്കെ, എന്റെ കൂടെ നിങ്ങളും പാടണേ. നന്മയുള്ള നാട്, എന്റെ സ്വന്തം നാട്, നഗരമുണ്ട് നാട്ടിൽ, നദിയുമുണ്ട് നാട്ടിൽ. ഈ ഒരു പാട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ കൊണ്ട് ഈ വാക്കുകളൊക്കെ പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ കഴിയും. ഓക്കെ, ഇന്ന് നമ്മള് ഏത് അക്ഷരമാണ് പഠിച്ചത്? ഞാ. ഒന്ന് പറഞ്ഞേ, ഞാ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ഞാ. ഞാൻ എങ്ങനെയാണ് എഴുതാറ് എന്ന് പറഞ്ഞേ? എങ്ങനെ എഴുതും? റാ എഴുതുക, അതിനോട് ചേർന്ന് മറ്റൊരു റാ എഴുതിയാൽ എന്തായി? ഞാ. ഓക്കെ, എളുപ്പല്ലേ? സിമ്പിൾ അല്ലേ? അല്ലേ? ഓക്കെ, ഇനി നമ്മള് ഞാൻ വെച്ചിട്ടൊരു വാക്ക് പഠിച്ചല്ലോ. എന്താണ്? നഖം. എന്താണ്? നഖം. നമ്മൾ വേറെയും വാക്കുകൾ പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു? നാട്, നഗരം, നദി. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മളൊരു പാട്ട് പഠിച്ചല്ലോ. എന്താണ്?
നന്മയുള്ള നാട് എന്റെ സ്വന്തം നാട് നഗരമുണ്ട് നാട്ടിൽ നദിയുമുണ്ട് നാട്ടിൽ. ഓക്കെ, എല്ലാവരുടെ ടെക്സ്റ്റ് ബുക്കിലും ഇതുപോലെ ഒരു ഞാ എന്ന അക്ഷരം കൊടുത്തിട്ടുണ്ട്. അതേ നമ്മൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ പിങ്ക് കളർ വെച്ചിട്ടാണ് ഞാ എന്ന അക്ഷരത്തെ കളർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കണ്ടോ, ഞാനിവിടെ പിങ്ക് കളർ വെച്ചിട്ട് ഞാ എന്ന അക്ഷരത്തെ കളർ ചെയ്ത് സുന്ദരമാക്കിയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ടെക്സ്റ്റ് ബുക്കില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വെച്ചിട്ട് കളർ ചെയ്ത് ഞാ എന്ന അക്ഷരത്തെ സുന്ദരമാക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? എന്താണ്? വെരി ഗുഡ്. സ്ലേറ്റ് എടുക്കുക, അതില് രണ്ട് ഭാഗത്തും ഞാ എന്ന അക്ഷരം എഴുതി പഠിക്കുക. ഓക്കെ, എന്നാ വേഗം സ്ലേറ്റ് എടുത്ത് എഴുതിക്കോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.